വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ കഴിഞ്ഞ ഹോൾ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നും ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കുർത്തീസും അതുപോലെ തന്നെ മെറ്റേണിറ്റി കുർത്താസൊക്കെയാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചധികം കുർത്ത സെറ്റ്സ് ആണ്. കുറച്ച് നല്ല കുർത്ത സെറ്റുകളിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1500+ ടോപ്പ് ബ്രാൻഡ്സ് നമുക്ക് 50 to 80% ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. സെപ്റ്റംബർ 23 ഓൾറെഡി സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നല്ല കുർത്ത സെറ്റുകൾ നോക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ ado, let's get into the video. അപ്പോൾ ഇതിൽ കാണിക്കുന്ന കുർത്താസ് എല്ലാം കുറച്ച് എന്താ പറയുക, കാഷ്വൽ വെയർ എന്ന് പറയാമല്ല, കാഷ്വലും ഇതിലുണ്ട്. അതുപോലെ തന്നെ അതേ സെയിം സാധനം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് കുർത്താസും ഇതിലുണ്ട്. ഓക്കെ, കുർത്ത സെറ്റാണ്, പാൻറ്റും ടോപ്പും ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു നല്ല പാർട്ടി വെയർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനാക്ഷിനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് ഫസ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത്. അത് ഈ കാണുന്ന ഒരു സെറ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ കൂടെയാണ് അൺബോക്സ് ചെയ്യുന്നത്. സോ ഞാനും എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഞാനിത് വീഡിയോയിലൊന്നല്ല, ഞാനിത് ആമസോണിൽ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും വേറൊരു മെറ്റീരിയൽ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വന്നിട്ട് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. ഇത് എൻ്റെ കയ്യിലില്ലാത്തൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഈ ഷെയ്ഡ്. ഇതിൻ്റെ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല എൻ്റെ ഷെയ്ഡ് നെയിം എന്താണെന്ന്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനാക്ഷിനി ബ്രൗൺ സോളിഡ് കുർത്ത സെറ്റ് എന്നാണ്. അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. ഫ്രണ്ടിൽ ഇതുപോലത്തെ വീനക്കൊക്കെ വന്നിട്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കുർത്ത സെറ്റ് ഇല്ല. ഇങ്ങനത്തെ ഒരു പാറ്റേൺ വീനക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേണിൽ കുർത്ത സെറ്റ് ഇല്ല ഡിസൈനിൽ. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും സെയിം സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെസ്റ്റീവ് വൈബൊക്കെ ഉണ്ട് സംഭവം. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇത് മെഷീൻ വാഷ് ആണെന്ന്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു സ്പെസിഫൈഡ് മെഷീൻ വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് അത്യാവശ്യം പ്രൈസി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ ഡിസ്കൗണ്ട് പോയിട്ട് 1000 rupees കാണിച്ചിരിക്കുന്നത്. ഏകദേശം 2XL വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഷോള് വരുന്നില്ല, കുർത്ത സെറ്റാണ്. അപ്പോൾ പാൻറ്റും ടോപ്പും ആണ് വരുന്നത്. സൈഡിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് എങ്ങനെയാണ്. പാൻറ്റിൽ ഇതുപോലെ ലൈക്ക് പോക്കറ്റൊക്കെ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. എനിക്ക് സ്ട്രെയിറ്റ് പാൻസും സിഗരറ്റ് പാൻസ് അങ്ങനത്തെ കുർത്ത സെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. ഈ കാണിക്കുന്ന സെറ്റ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാര്യം ഇതിൻ്റെ പാൻറ് എനിക്ക് ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേ സെയിം സാധനമാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യം അതേ പാറ്റേൺ തന്നെയാണ് സ്ലീവ്സിലും പാൻറ്റിലും ഒക്കെ വന്നിരിക്കുന്നത്. ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്, ഇനാക്ഷിനി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് മെറ്റീരിയൽ നൈസ്, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ലേസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലോത്ത് വർക്ക് ചെയ്തൊരു ക്ലോത്തിൽ സ്ലീവ്സിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം ക്ലോത്ത് വെച്ചാണ് പാൻറ്റിൻ്റെ എൻഡിലും ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇട്ട് കാണാൻ കുറച്ചധികം നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് ഇട്ടാലേ കറക്റ്റ് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത്, കാണാൻ എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഐ ലൈക്ഡ് ഇറ്റ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് കയറിയിട്ടാണ്. അപ്പോൾ കയറിയിട്ട് നെക്ക് പോർഷൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോട്ട് നെക്ക് ഇഷ്ടമാണ്. അത് ഇതുപോലത്തെ ഫുള്ളായിട്ട് വരുന്ന നെക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന നെക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരു ഓപ്പണിങ് ചെറിയ രീതി കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് ഒക്കെ വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ കുർത്ത സെറ്റും ലാർജ് സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാര്യം എനിക്കിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് എൻ്റെ സൈസ് ചേഞ്ച് ആയതുകൊണ്ടും ഞാൻ ലാർജ് സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1000 rupees ആണ്. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലാണ് സംഭവം കിടക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടോ അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലൈറ്റിൽ ഇതിന് കറക്റ്റ് ജസ്റ്റിസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ ഡേ ലൈറ്റിലുള്ള വീഡിയോ ആയിരിക്കും സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതെങ്ങനെയാണ് നേരിട്ട് കാണാൻ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെയിം ആസ് നേരത്തെ കോട്ടൺ സിൽക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ വാഷാണ് ഇതും ചെയ്യാനുള്ളത്. അപ്പോൾ ഹാൻഡ് വാഷൊക്കെ ചെയ്യുകയാണെങ്കിൽ കെയർഫുള്ളായിരിക്കണം. കറക്റ്റ്
കറക്റ്റായിട്ട് ഒരുപാടിട്ട് ഒലയ്ക്കാതെയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കുന്നത് സൂക്ഷിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത കുർത്ത സെറ്റ് എനിക്ക് ഈ ഒരു ഹാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് എന്ന് പറയാനാണെങ്കിൽ ഈ സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാര്യം അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതും കുറച്ചധികം വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ അമ്മ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ ബാക്കിൽ കാണുന്ന സാധനം ഫ്രണ്ടിൽ വരാനുള്ളതല്ലേ എന്നാണ്. കാര്യം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും, സൈഡിലത്തെ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അത് മാത്രമല്ല എനിക്ക് ഇതിൻ്റെ പാറ്റേൺ ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടു, എല്ലാം ക്ലോത്ത് ഇഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമാണ്, ക്യാമറയിൽ കാണാനൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നേരിട്ട് കാണാനും ഈ ഡ്രസ്സ് ഭയങ്കര രസമാണ്. പക്ഷേ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇമ്പ്രഷനൊന്നും തോന്നില്ല, അങ്ങനത്തെ ഡ്രസ്സാണ്. ഓക്കെ, ഇതാണ് സംഭവം. എനിക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ അത് കറക്റ്റ് മനസ്സിലാണ്. അതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ വിശ്വാസം മീൻസ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിളാണ്. നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. പക്ഷേ ഇത് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ആണ് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രണ്ട് അല്ലേ? അല്ല, ഇത് ബാക്ക് സൈഡാണ്. കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ ടാഗ് വരുന്നത്. ഫ്രണ്ട് ആക്ച്വലി ചെക്ക് പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുൾ സെയിം മെറ്റീരിയൽ വരും. സ്ലീവ്സിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽ, എൻഡിൽ ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട്. ഏകദേശം നല്ല നീളമുള്ള കൈയാണ്. എനിക്ക് ഇങ്ങനത്തെ കൈയാണ് ഇഷ്ടം. അതായത് കുറച്ച് നീളമുള്ള 3/4 അല്ലെങ്കിൽ എൻ്റെ മുട്ടിൻ്റെ അതുവരെ ഉള്ളത്, അങ്ങനത്തെ സ്ലീവ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാൻറ്റ് വരുന്നത് സെയിം സ്ലീവ്സിൽ വരുന്ന അതേ മെറ്റീരിയൽ വെച്ച് തന്നെ പാൻറ്റ് വരുന്നുണ്ട്. ഈ ടോപ്പിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ വാഷാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1000 റുപ്പീസാണ്, 999 റുപ്പീസാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ 5 എണ്ണേ ബാക്കി കാണിക്കുന്നുള്ളൂ. ഇനി ഞാൻ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. only 5 ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്കിലത് പാറ്റേണിൽ ഇവിടെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല രസമുണ്ട്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചും ഇടാം. ഓക്കെ, ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. നൈസ്. ഫ്രണ്ടിൽ നെക്ക് വരുന്നത് ഇതുപോലത്തെ റൗണ്ട് നെക്കാണ് വരുന്നത്, കയറിയിട്ടുള്ള റൗണ്ട് നെക്ക്. ഓക്കെ, ഈ ഒരു കുർത്ത ഹാളിൽ ഞാൻ എടുത്ത 2 സെറ്റ് ഏകദേശം ഒരുപോലത്തെ സെറ്റായിപ്പോയി. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് അതിലുണ്ട്, കളറിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ കാണുന്ന ഈ ഒരു സെറ്റ്. ഇതും ഇനാക്ഷനി എന്ന് പറഞ്ഞ സെയിം ബ്രാൻഡിൽ നിന്നുള്ള സെറ്റ് തന്നെ. ഫസ്റ്റ് കാണിച്ച സെറ്റിൻ്റെ ഒരു ട്വിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് വ്യത്യാസം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു വ്യത്യാസം അതും ഇതും തമ്മിലുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഇതിൻ്റെ സ്ലീവ്സ് ഒരുപോലെയാണ്, നെക്ക് ഒരുപോലെയാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. പാൻറ്റിൽ സെയിം ക്ലോത്ത് തന്നെയാണ് പാൻറ്റ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസാണ്. പോക്കറ്റ് വരുന്നുണ്ട്, ഉണ്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ കാണിച്ച 4 സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ചില മെറ്റീരിയൽസ് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്നത് അത്ര കംഫർട്ടബിൾ കയറി കൊള്ളയൊക്കെ ചെയ്യും. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഡിസൈനും അത്യാവശ്യം നല്ല ഡിസൈനാണ്. ചെറിയ രീതിയിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് കാണുന്നുണ്ടോ? ചെറിയ രീതിയിൽ, പക്ഷേ അത് പുറത്ത് കാണില്ല. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അല്ല. ഇതിൻ്റെ പ്രൈസും അത്യാവശ്യം നല്ല പ്രൈസിലാണ് കിട്ടുന്നത്, 1000 റുപ്പീസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതും ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. നല്ല ഫെയർ അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും ഏകദേശം ചേരുന്ന ഒരു ഡീപ്പായാലും ഒക്കെ ചേരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കളർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സെറ്റാണ്. ഈ ബ്രാൻഡ് വന്നിട്ട് ഓജസ്വിത എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇനാക്ഷനിയും ഓജസ്വിത ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണ ബ്രാൻഡാണ്. പക്ഷേ രണ്ടിൻ്റെ ക്വാളിറ്റി ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്, അത്യാവശ്യം കംഫർട്ടബിളുമാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നല്ല കംഫർട്ടബിൾ കുർത്തയാണ്. ഓജസ്വിത ഗ്രീൻ പേസ്ലി കുർത്തി സെറ്റാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ പാൻറ് ആയാലും അടിപൊളി പാൻറ്റാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ തന്നെ നോക്കിയാൽ മതി. ഇതിൻ്റെ ലേസ് വന്നിട്ട് അത്യാവശ്യം
കട്ടിയുള്ളൊരു സംഭവമാണ്. ദേ കണ്ട ക്ലോത്ത് വന്നിട്ട് എനിക്കിത് കറക്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മൾ ഈ ക്രോഷയൊക്കെ ചെയ്യില്ലേ അതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ കോട്ടൺ പോലെ ആയിരുന്നേ, പക്ഷേ ഇതിൽ മെറ്റീരിയൽ ടൈപ്പ് കോട്ടൺ ഫ്ലെക്സ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ടിൽ നെക്ക് വരുന്നത് ക്ലോഷർ ടൈപ്പ്, അതായത് കയറി വന്നിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി കവറായ ഒരു നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളമുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1000 റുപ്പീസേ ഉള്ളൂ. പാൻറ്റും നല്ല ക്വാളിറ്റി പാൻറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് വേറെ ടോപ്പിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് പാൻറ്റാണ്. കാര്യം എൻ്റെ താഴെ സെയിം ഈ ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഭംഗി കൂട്ടണം ശരിക്കും ഇതിൻ്റെ പാൻറ്റാണ്. ഓക്കെ, സ്ട്രെയിറ്റ് പാൻസാണ് വരുന്നത്. കെട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്, പിന്നെ പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാ പാൻസിലും പോക്കറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫോണൊക്കെ കൊണ്ടുനടക്കാൻ ഈസി ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ 1000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്ത സെറ്റ് ഹാളിൽ ഏത് കുർത്ത സെറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് താഴെ കോമൻറ്റ് ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.